ഹായ് ഡിയേഴ്സ്, നമ്മൾ ഹിന്ദി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ മറ്റൊന്നുമല്ല, പടുക്കഥ, ഡയറി, പത്ര, കവിത, കാശ ഇതിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റാണ്. ഇത് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് പടുക്കഥ ചോദിച്ചാലും, ഏത് ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് പത്ര ചോദിച്ചാലും, ഡയറി ചോദിച്ചാലും ഒക്കെ നമുക്ക് ആ ഒരു ഫോർമാറ്റ് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഇൻസിഡൻറ്റ് എന്താണോ അത് നമുക്ക് അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളോട് പടുക്കഥയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു പടുക്കഥ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് സ്ഥാനം ഒരു പക്ഷേ വീട്ടിലാണ്, ചാപ്റ്റർ ഏതുമായിക്കോട്ടെ, ആ ചാപ്റ്റർ അറിയാമല്ലോ, സിറ്റുവേഷൻ അറിയാലോ. വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് സ്ഥാന ഗർ എന്ന് കൊടുക്കാം അല്ലേ. ഇനി നമുക്ക് സമയം ചോദിച്ചാൽ സുബഹ് രാവിലെ നടന്ന ഇൻസിഡൻ്റ് ആണോ രാത്രി നടക്കുന്നതാണോ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സമയം എഴുതാം. രാത്ത് 8 ബജെ എന്ന് എഴുതാം, അല്ലെങ്കിൽ സുബഹ് രാവിലെ ആണെങ്കിൽ നമ്മൾ സുബഹ് 10 ബജെ എന്നൊക്കെ നമുക്ക് സമയം കൊടുക്കാം. ഇനി പാത്ര, നമ്മുടെ കഥാപാത്ര ലടുക്ക ലടുക്കിയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ലാതെ ഗൃഹിണി ഒരു വീട്ടമ്മയാണെങ്കിൽ നമുക്കത് കൊടുക്കാം. ലടുക്ക ലടുക്കി എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവരുടെ പേരറിയെങ്കിൽ പേര് കൊടുക്കുന്നു. പിന്നെ അതല്ലാതെ നമ്മൾ ഏതാണോ ചാപ്റ്ററിൻ്റെ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് അവരുടെ ഇൻസിഡൻറ്റിൽ വ്യത്യാസം വരും, ക്യാരക്ടറിലും വ്യത്യാസം വരും. ഇനി വേഷഭൂഷ അവരുടേത് അറിയുമെങ്കിൽ അത് എഴുതാം. ഇനി ഒന്നും അറിയില്ലെങ്കിൽ മാമൂലി കപ്പട എന്ന് എഴുതാം, സാധാരണ വസ്ത്രം. ഇനി ഉംറ് വയസ്സ്, നമ്മുടെ ക്യാരക്ടറിൻ്റെ വയസ്സൊന്ന് ചിന്തിക്കാം. ഇപ്പം ഏകദേശം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു അമ്മ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്ന വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 45-50 വയസ്സൊക്കെ എഴുതാം അല്ലേ. മാതാ 50 സാൽ എന്നൊക്കെ എഴുതാം. പിന്നെ അത് കൂടാതെ ഇനി കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള 11 സാൽ 8 സാൽ ഇതൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ എന്താണോ പറയുന്നത് അത് ഓർത്തിട്ട് വേണം എഴുതാനേ. ഇനി സന്ദർഭം നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടാകും. ഏതൊരു ഇൻസിഡൻ്റ് ആണോ നമുക്ക് മുകളിൽ പാരഗ്രാഫിൽ നൽകാറില്ലേ, ആ ഒരു പാരഗ്രാഫ് നൽകിയിട്ട് ഈ ഒരു പാരഗ്രാഫിനെ ആസ്പദമാക്കിയിട്ടുള്ള പടുകഥ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചോദ്യത്തിൽ തന്നെ നമുക്ക് സന്ദർഭമുണ്ട്, അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്ദർഭമായി. ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ, സംവാദ് എന്ന് വെച്ചാൽ സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ കോൺവെർസേഷൻ. അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തായി, ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ 2 മാർക്കായി. ടോട്ടൽ 4 മാർക്കിന് ചോദിക്കുന്ന പടുക്കഥയിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അല്ലാതെ എഴുതുന്നവരും ഉണ്ട്, പക്ഷേ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിൽ മറന്നു പോയില്ല, സ്ഥാന്, സമയ, പാത്ര, വേഷഭൂഷ, ഉംറ്, പിന്നെ സന്ദർഭ്. അപ്പോൾ അതങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ തന്നെ അതങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ തന്നെ എന്തായി, 2 മാർക്ക് സ്കോർ ചെയ്തു. പിന്നെ ആ സന്ദർഭോചിതമായിട്ടുള്ള കോൺവെർസേഷനും എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക്. ഇനി അതുകൂടാതെ നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്നും ഒരു പത്ര വന്നു കഴിഞ്ഞാൽ, കോമൺ ആയിട്ടുള്ള കാര്യമായിട്ടോ പറയുന്നത്, പത്ര വന്നു കഴിഞ്ഞാൽ സ്ഥാന്, താരീഖ് അല്ലെ, ഡേറ്റും പ്ലേസും കൊടുക്കുന്നു. പ്രിയ മിത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലെറ്റർ തുടങ്ങുന്നത്. തും കേസേ ഹോ, ठीक हो ना, यहाँ मैं यहाँ ठीक हूँ, तुम्हारी कोई खबर नहीं कुछ दिनों से, നിന്റെ ഒരു വിവരവുമില്ലല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. मुझे तुमसे एक खास बात कहने के लिए मैं यह പത്ര ലിഖ് രഹാ ഹൂം, ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ നമ്മുടെ ചാപ്റ്ററിൽ എന്തൊരു കാര്യം അറിയിക്കാനാണോ നമ്മൾ സുഹൃത്തിന് എഴുതുന്നത് അത് എഴുതാം. അത് കഴിഞ്ഞ് വഹാ തുമാരി പഠായി കേസേ ഹോ, കേസേ ഹോ രഹി ഹെ, അവിടെ നിന്റെ പഠനമൊക്കെ എങ്ങനെ നടക്കുന്നു. തും കബ് യഹാം ആവുങ്കെ, നീ എപ്പോഴായിരിക്കും ഇനി ഇങ്ങോട്ട് വരുന്നത്. ജവാബ് പത്രക്ക് പ്രതീക്ഷാസെ എന്ന് പറഞ്ഞാൽ, ജവാബ് പത്ര എന്ന് പറഞ്ഞാൽ എന്താ, മറുപടി കത്തിൻ്റെ പ്രതീക്ഷയിൽ. തുമാര മിത്ര. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പത്ര എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആ ഇൻസിഡൻറ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ചാപ്റ്ററിലുള്ള മറ്റൊരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളവിടെ വാരി വലിച്ചെഴുതണ്ട. എന്ത് വിവരമാണോ ചോദ്യത്തിൽ മെൻഷൻ ചെയ്തത് അത് മാത്രം എഴുതാം. ഇനി അത് കൂടാതെ ഡയറി താരീഖ് എഴുതുന്നു. പിന്നെ നമുക്ക് ഡേയും എഴുതാട്ടോ, ശനിവാർ, ഇങ്ങനെ ഏതാണോ ഡേ അതുകൂടി നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നമ്മളിവിടെ ആജ് കെ ദിൻ മേ കബി നെഹി
ബൂലൂങ്ക, അല്ലെങ്കിൽ അതൊരു സ്ത്രീലിംഗാണെങ്കിൽ നിങ്ങൾക്ക് ബൂലൂങ്കി എന്ന് കൊടുക്കാം. ക്യൂങ്കി ആജ് ബഹുത് ഖുഷി, അതല്ലെങ്കിൽ ദുഃഖ്, ഏതെങ്കിലും ഒന്ന് വെട്ട. എന്താണോ ആ ഇൻസിഡൻറ്റ് അതിനനുസരിച്ച് സന്തോഷമുള്ള കാര്യമാണോ ദുഃഖമുള്ള കാര്യമാണോ ക്യാരക്ടറിൻ്റെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ദുഃഖ് കാ ദിൻ താ മേരെ ജീവൻ മേ യഹ് നയാ അനുഭവ് ഹേ. ഇനി ആ സന്തോഷം ദുഃഖം അതെൻ്റെ ജീവിതത്തിൽ ഒരു പുതു അനുഭവമാണ് എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് ആ അനുഭവം ഇവിടെ നമ്മൾ എഴുതുന്നു. എപ്പോഴും ആ അനുഭവം ആയിരിക്കുമല്ലോ എഴുതാനുള്ളത് അല്ലേ. എന്നിട്ട് ഈസ് ദുഃഖ് കെ ബാരെ മേ സോച്ച് കർ നീന്ത് ബി നഹി ആത്ത, അല്ലെങ്കിൽ ദുഃഖ് എന്ന് വേണ്ട, അവിടെ വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അനുഭവ് എന്നാക്കാം. ഈ അനുഭവത്തെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ പറയുന്നത് എന്താണോ നമ്മുടെ ഇൻസിഡൻറ്റ് അതിനനുസരിച്ച് നമുക്ക് ദുഃഖ് വെക്കാം, സന്തോഷം വെക്കാം, അനുഭവം വെക്കാം. ഇതൊരു പുതിയ അനുഭവമാണ്. ഒരു പക്ഷേ ദുഃഖിക്കാൻ മാത്രം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടെ അനുഭവം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ മാത്രം ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഡയറിയായി. ഇനി അത് കൂടാതെ നമുക്കുള്ളതാണ് കവിതയുടെ ആശയം എപ്പോഴും അല്ലേ. അപ്പോൾ കവിതയുടെ ആശയത്തിൽ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഹിന്ദിക്ക് പ്രമുഖ പ്രയോഗവാദാണെങ്കിൽ പ്രയോഗവാദ് എന്ന് എഴുതാം. അതല്ലാതെ നമുക്ക് ഛായാവാദാണെങ്കിൽ അത് കൊടുക്കാം. ഛായാവാദി കവി, കവിയുടെ പേര് കൊടുക്കാം. ഇപ്പം നാഗാർജുനോ, ഇനി അതല്ലെങ്കിൽ നരേഷ് സക്സേനാനെ. ലിഖാ ഹുവാ കവിത ഹേ, എഴുതിയ കവിതയാണ്. ഇവിടെ നമുക്ക് കവിതയുടെ പേര് കൊടുക്കാം. ഇസ് കവിത മേ കവി ഡാഷ് കെ ബാരെ മേ കേത്തെ ഹേ, എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് പറയാം. പ്രകൃതിയെക്കുറിച്ച് പറയുന്നുവോ, അതല്ലെങ്കിൽ ജനങ്ങളുടെ മറ്റെന്തെങ്കിലും ഒരു ഇമോഷനെ കുറിച്ച് പറയുന്നുവോ, എന്താണ് കവിതയിൽ ടോട്ടലായിട്ട് പറയുന്നത് ആ കാര്യം കൂടി നമ്മൾ എടുത്ത് എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് അതിനെ പാരഗ്രാഫ് ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് എന്തായി ആശയമായി. ആശയം എഴുതുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, കവിതയുടെ പേരായിരിക്കണം നിങ്ങൾ ഹെഡിങ് ആയിട്ട് വലിയ അക്ഷരങ്ങളിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കണം. അത് മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന 4 മാർക്കിൽ നിന്ന് നിങ്ങൾക്കൊരു 3ഓ 2ഓ മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1 മാർക്കിനെ നമ്മൾ ചെറുതായി കാണരുത്. മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കരുത്. അതിനാണ് ഫോർമാറ്റ്സ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസിലും ലൈവ് ക്ലാസ്സുകളിലുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.